ആര്? കിങ് കോങ്. എന്നെ കൊണ്ടുപോകാൻ വരുവാ. ഡോ കുറച്ചും കൂടി ഇതാണ് കയറ്റാൻ പറ്റുമോ? അതിനത് കാറും ബസ്സും ഒന്നും അല്ല. നിലുണ്ടാവോടോ? ഇറങ്ങി നോക്ക്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. ആ ഇരുട്ടായത് അങ്ങനെ മുങ്ങി പോവോ? ആ ചിലപ്പോ മുങ്ങി പോകും. ആ ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? എന്തേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ. ഭൂപടത്തിലില്ലാത്തൊരു സ്ഥലം അത്. മരുതേ എന്നാക്കാ? പോയി പോയി. ഈ സ്ക്രൂ ഡ്രൈവർ നന്ദന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? നീങ്ക യാരുങ്ക എങ്കിരുന്ന് വാരുങ്ക. എന്റെ ഈശ്വര, വന്ന് വന്നിട്ട് തമിഴ്നാടായ. എന്നാച്ചേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഒന്നുമില്ല. ഓ ഇനിയിപ്പോ ഇതൊന്നും എങ്ങനെ കാരണാവും? കാലന്മാരാ പൊതുവാനോട് കളിക്കരുത്. ഇത് മോളെ, ഓ എന്ത് തോന്നിയാസോടോ താൻ കാണിച്ചത്? ഫലത്തിൽ ഇപ്പൊ കുട്ടീനെ കട്ടുകൊണ്ടൊന്നു പോലെ ആയില്ലേ? ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ദിവസത്തേക്ക് നമ്മൾ താൻ നിർബന്ധിച്ചപ്പോ ആട്ടേന്ന് ഈ പൊട്ടം പറഞ്ഞു. അത് എന്റെ വലിയ തെറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിന് ഞാനും കൂടി കൂട്ടുന്നത് പോലെ ആയില്ലേ? ഈ വിവരങ്ങൾ അവിടെ അറിഞ്ഞ സകലത്തിന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അതാ ഞാൻ ഓടി വന്നത്. ചേട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ട് മോള് വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെയാണ് പോണ. ചേട്ടൻ ആദ്യം ഒന്ന് കുളിച്ചു കയറ്. ഞാൻ അവിടെ കുളിച്ച് താമസിക്കാൻ വന്നല്ല പട്ടി. ആ കാലന്മാരെ വെള്ളത്തിൽ തട്ടിട്ട് നീ അറിഞ്ഞ? ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് വാ. ചേട്ടൻ നിർബന്ധിച്ച മോള് വരും. പിന്നെ എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് വളരെ അടുത്താ. ഈ ഹിമാലയത്തിലേക്കാണ് നീ ഈ കുട്ടിനെ കൊണ്ടുവരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പൊന്നെ ഇതെടുക്കണ്ടേ? എന്താ നിനക്ക് വേണത്? എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതികേടുള്ളൂ ഈശ്വര. മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാള് ഇത്രയും ദൂരം വന്നത്? നല്ല കുട്ടിയല്ലേ? മോള് വാ. മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട്. ആരോടും പറയാതെ അല്ലേ കുട്ടി പോകുന്നത്? ദേ പൊതുവാളിനെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. 1001 പ്രാവശ്യം എന്നെ കിങ് കോങ് വിളിച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണേ? ഡ്രൈവറുകളല്ലേ പറയുന്നത്. മോളിപ്പോ മാമന്റെ കൂടെ പോ. ഡ്രൈവറുകളും വരാൻ കൂടെ. ഗീതുമോള് തമാശ പറയല്ലേ? ദേ പൊതുവാളിന് ദേഷ്യം വരുന്നുണ്ട്. കുറുമ്പ് കാട്ടാതെ വന്ന എന്റെ കൂടെ. അടി കിട്ടും നിനക്ക്. തുടങ്ങി കരയാൻ. കരയല്ലേ കരയല്ലേ. കിങ്കോങ് വെറുതെ പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു മോളെ കൊണ്ടുവന്ന്? താൻ പറഞ്ഞോ? മുത്തച്ഛൻ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ഇല്ല, മോളെ എവിടേക്കും പോണില്ല. എന്റെ മോളെ കിങ്കോങ് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വന്നതല്ലേ. നല്ല മലഞ്ചെരിവുകളും പച്ച വയലേലുള്ള മനോഹരമായിട്ടുള്ള നാട്. ആയ് ഞാനിപ്പോ അവിടെ ചെന്നിട്ട് എന്താടോ പറയാ? വല്ലാത്തൊരു കുടുക്കിലാണല്ലോ താൻ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. തൽക്കാലം ചേട്ടനവരോട് പറഞ്ഞോളൂ, വിഷമിക്കാനൊന്നുമില്ലെന്ന്. മോളിവിടെ സുഖമായിട്ടിരിക്കല്ലേ? നല്ല ചേലായി. ഈ വിവരം ഞാൻ അവിടെ ചെന്നാണ് പറയാ. എന്നിട്ട് ആ തള്ളയെ എന്നെ കിട്ടുന്നത് വാങ്ങിക്കുക. എടോ, ആ സ്കൂളിൽ വേറെ എത്ര കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് തനിക്കൂടെ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഇത് തന്നെ വേണമായിരുന്നോ? ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. ഇത് ഇവന്റെ പൊട്ടനാ. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ് ഈ ചെറുകുന്നം ഭാസ്കർ പിള്ളയെ വരട്ടരുത്. ഇത് ആർക്കും എടുത്ത് തട്ടാവുന്ന പന്തല്ല ഈ കോർപ്പസ്. ഈ പ്രശ്നം അങ്ങനെ ഇവിടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുപ്രീം കോടതി അല്ല, അതിനപ്പുറത്തൊരു കോടതി ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. മിസ്റ്റർ പിള്ളെ, ലീഗലി നിങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കേണ്ട സമയത്താണ് അവളെ കാണാതായത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കുറെ കാലമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? ഹു ആർ യു? മൈൻഡ് യുവർ വേർഡ്സ്. പ്ലീസ്, ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും വഴക്കിടാതിരുന്നൂടെ? മോളെ കാണാതായതല്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നം. എല്ലാവർക്കും കണക്ക് പറഞ്ഞ് തീർക്കാനാ തിരക്ക്. വേണ്ട, ഈ കള്ളക്കരച്ചിലും നാട്യമൊന്നും എന്നോട് വേണ്ട. കുട്ടിയെ മനപ്പൂർവ്വം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അനിയനെയും വലിയച്ചയും കുരുക്കിലാക്കാനുള്ള അടവാണിതല്ലേ? കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ഏത് വിധേനയും. താനെന്താ പേടിപ്പിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. വൈ ആർ യു നോട്ട് ഡൂയിങ് ഇറ്റ്? പോലീസിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ വിളിക്കണം, ഡയൽ 100 വിളിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യു മേ ഗോ നൗ. സത്യം പറയാമെന്ന് വിചാരിച്ചതാ. വേണ്ട, ആ കുട്ടിയെ ഈ നരകത്തിലിട്ട് ഞാനായിട്ട് അതിന് മനസമാധാനം എന്തിനാ കളയണേ? ഒരു ജസ്റ്റിസ് ആയിരുന്ന നിങ്ങൾ ഇൻജസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോടതി വെച്ച് കാണാം. ഗോഡ് ഈസ് വിത്ത് മീ. എന്താ പാക്കരപ്പിള്ള, തലയ്ക്ക് സുഖം തന്നെയല്ലേ? ധർമ്മത്തിന് പൊക്കോട്ടറോ.
പോടോ. നീ പോടാ. അത് തീർപ്പോടോ. പട്ടി കഴിച്ചിട്ട് ഞാൻ പോയിട്ട് മതി. ബിരിയാണി ബിരിയാണി ഒന്ന് ബിരിയാണി. മോളുടെ ഒരു കാലിലെ കൊലുസന്തിയെ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടായിരുന്നല്ലോ. നീ ഇതൊക്കെ നോക്കണ്ടേ നന്ദ? നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് കരുതില്ലേ കുട്ടിയുടെ വീട്ടുകാര്? നന്ദ, ഇതിട്ട് കൊടുത്തോളൂ. അത് പിന്നെ കൊലുസ് എന്നിട്ട് ഗീതം കൂടെ താങ്ക്സ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. മോളെന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ. അമ്മയ്ക്ക് ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ് ഭൂതം കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ വിദ്യകൾ നോക്കിയിട്ടും അമ്മ പോണില്ല. അമ്മയ്ക്ക് ഉണ്ണിയില്ലാതെ പോകാൻ പറ്റുമോ? പൊന്നും പണവും കുന്നുപോലെ തരാമെന്ന് ഭൂതം പറഞ്ഞു നോക്കി. വേണ്ടെന്ന് അമ്മ. എന്നിട്ടൊടുവിൽ തന്റെ 2 കണ്ണും ചൂന്നെടുത്ത് അമ്മ ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാ, ഭൂതമേ നോക്ക്, ഇതിലും വലുതാ എനിക്കെന്റെ ഉണ്ണി, അതിനെ നീ തരില്ലെന്നോ? അപ്പൊ ഭൂതം എന്ത് ചെയ്തു? മായ കൊണ്ടൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയെ കളിപ്പിക്കാൻ നോക്കി. പെറ്റമ്മയെ ആർക്കെങ്കിലും വഞ്ചിക്കാൻ നോക്കുമോ? അമ്മയ്ക്ക് സത്യം മനസ്സിലായി. അമ്മ ഭൂതത്തിന് ശപിക്കാൻ പോയി. അപ്പൊ ഭൂതം അമ്മയുടെ കാലി വീണ് മാപ്പ് ചോദിച്ചിട്ട് ഉണ്ണിയെ വിട്ടുകൊടുത്തു. അമ്മ പറഞ്ഞു, മകരക്കൊയ്ത്ത് കഴിയുന്ന കാലം നീ വരൂ വീട്ടിലേക്ക്, ഉണ്ണിയെ കണ്ടു മടങ്ങാമല്ലോ. മോളല്ലേ ഇവിടത്തെ ഉണ്ണി, മോളെ കാണാൻ എന്റെ ഭൂതം വരുന്നത്. ഊയ് ഊയ്, ഒന്ന് അക്കരയ്ക്ക് പോകണല്ലോ. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അക്കരയ്ക്ക് തോണിയില്ല. ഇനി അക്കരയ്ക്ക് തോണിയില്ല അത്രേ. ഇവിടെ അടുത്തൊരു TV ഉണ്ട്, സർക്കാർ വക. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം. ഞാനാ ഡോക്ടർ അറിയിച്ചത്. അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉത്കണ്ഠയും ആ കുട്ടിയുടെ അച്ഛനും ഉണ്ടാവില്ലേ? ഇത്രയിടം വരെ വരണമെന്നുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയാ ഞാൻ നേരെ വീട്ടിൽ വന്ന് വിവരം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിവരം അറിയിക്കാൻ താൻ വീട്ടിൽ വന്നിരുന്ന വിവരം അറിഞ്ഞാനേ. ഞാൻ പാക്കരപ്പള്ളിയോടല്ല സംസാരിക്കണേ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാ വീട്ടിലേക്ക്? പുഴ കടന്നാ പിന്നെ അധികം ഇല്ല. രാത്രി തന്നെ അവിടെ എത്താൻ മാർഗം കാണണമല്ലോ ജയരാജ. നീന്താ വശണ്ടെങ്കിൽ നീന്താം. എന്താ പോണെന്നുണ്ടാ? ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചേ. ചേട്ടനൊന്നും മിണ്ടായിരിക്കാം. മുറി എവിടെ? എങ്ങനെ കൊണ്ടെടുക്കും? അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാലോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് എന്നെ പുറപ്പെട്ടത്.
എല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് എത്തും. ആ തള്ളയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുക. തന്നെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയമുള്ളൂ. താ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും തക്കിട തരിക പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ കാലിൽ വീണ് സാഷ്ടാംഗം പറ. മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പ് പറയാനും ഞാൻ ഒരുക്കുക. പക്ഷെ അതല്ല, അവള് ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ കൊച്ചു തുള്ളിച്ചാടി പോരുന്നേ. ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന എന്റെ മനസ്സിലൊരു തോന്നല്. അങ്ങനെയാവുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിന് ഇടയാക്കുമെന്ന് ഓർക്കുമ്പോ താൻ എന്തോടോ ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ? കുട്ടിയും കൂട്ടി ഉടനെ വന്നേക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല. ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തിയ ആ തള്ളയെങ്ങാനും അറിഞ്ഞ കോടതി കൊണ്ട് എന്നെ തൂക്കിക്കൊല്ലും. ഹാ, മോളുടെ നക്ഷത്രം എന്താണെന്നറിയോ നന്ദ? എന്തിനാ ചേച്ചി? ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഗീതുമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. നക്ഷത്രം അറിയാമോ നിനക്ക്? ഇല്ല. എങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ കഴിപ്പിക്കട്ടെ. മോള് വന്നേ, അങ്ങളൊരു കാര്യം പറയട്ടെ. എന്താ നന്ദ? നമുക്ക് പോണ്ടേ മോളെ? ഇത് മോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. ഡ്രൈവർ അങ്കിൾ പറഞ്ഞു മോള് വരുന്നില്ലെന്ന്. അപ്പൊ മോളുടെ ഡാഡി പറയാ ഇപ്പൊ അവരുടെ കൂടെ ചെന്നിട്ട് വലിയ വെക്കേഷന് 2 മാസം ഇവിടെ നിന്നോളാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അറിയാം മോക്ക് ഇവിടെ കാണാൻ? കാവില് പൂരം, കാവടിയാട്ടം, വെടിക്കെട്ട് എല്ലാം. ദേ മോളെ കാണാതെ മോളുടെ മമ്മി കിടന്ന് കരയ്യ. മമ്മിക്ക് വിഷമമല്ലേ മോള് ചെന്നില്ലെങ്കിൽ? എന്നാലും ഇത് മോളുടെ വീടല്ലോ, മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ? വാശി പിടിക്കല്ലേ ഇത് മോളെ? പറയുന്ന അനുസരിക്കാൻ. അമ്മേ ഇവിടെ ഉടുപ്പെടുത്തേ. കാലുമടക്കി ഒരു ചവിട്ട് വന്നാലുണ്ടല്ലോ തന്റെ അന്നനാളോ ആമാശവും മണ്ണ് തിന്നും. ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയോടാണോ താൻ കളിക്കുന്നത്? സാർ ഞാൻ പറയുന്നു. താൻ ഒന്നും പറയണ്ട. കുട്ടിപിടുത്തക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തന്നെ പോലൊരു ചെറുപ്പക്കാരൻ. സാർ ഞാൻ കുട്ടിയെ കട്ടോണ്ട് പോകുന്നൊന്നുമല്ല. അല്ല, കുട്ടി തന്നെ കട്ടോണ്ട് പോയതാ. അഴിയെണ്ണിക്ക് ഞാൻ അഴി, മനസ്സിലായോ? പാക്കരപ്പിള്ള വലിയ വീമ്പ് പറയണ്ട. ഇയാള് പറയണതിലും കാര്യമുണ്ട്. കുട്ടി ഇയാൾ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. കുട്ടി വരാൻ കൂട്ടാക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചത്. കേട്ടനൂത്ത് ആർക്കും ചന്ത പറയടോ. സാർ, സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടല്ലോ. ഞങ്ങളുടെ ആരുടെയും പ്രേരണയും നിർബന്ധം ഒന്നുമല്ല. മോള് വാശി പിടിച്ച് കരയുമ്പോ ഞാൻ എന്താ ചെയ്യാ? കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കണ്ട അവള് കൂടുതൽ വാശി പിടിക്കുള്ളൂ. കുറച്ച് സമയം കൂടി തന്നാ ഞാൻ തന്നെ മോളെ ഇവിടെ കൊണ്ടാക്കാം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്ത് ചെയ്യണമെന്ന് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും. ഒന്ന് ചെലക്കാതിരിക്കടോ പാക്കര പിള്ളേ. രാജാ, എന്നെ ഒന്ന് നിയന്ത്രിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. താൻ ചെല്ല്.